ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു JFT ചാനൽ. കേന്ദ്ര സർക്കാരിൻ്റെ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. നിരവധി തസ്തികയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഒന്ന് പേഴ്സണൽ അസിസ്റ്റൻറ്റിലേക്ക്, ഡാറ്റ എൻട്രിയിലേക്ക്, ഓപ്പറേഷൻ തിയേറ്റർ നഴ്സിലേക്ക്, സ്റ്റാഫ് നഴ്സിലേക്ക്, മ്യൂസിയം കീപ്പറിലേക്ക്, മിഡ് വൈഫിലേക്ക്, പഞ്ചകർമ്മ ടെക്നീഷ്യനിലേക്ക്, പഞ്ചകർമ്മ അറ്റൻഡൻറ്റിലേക്ക്, ലിഫ്റ്റ് ഓപ്പറേറ്ററിലേക്ക്, ലോണ്ടറി സൂപ്പർവൈസറിലേക്ക്, CSSD അറ്റൻഡൻറ്റിലേക്ക്, വാർഡ് അറ്റൻഡൻറ്റിലേക്ക്, വർക്കറിലേക്ക്, ഗ്യാസ് മോഡിഫൈഡ് ടെക്നീഷ്യനിലേക്ക് എന്നിങ്ങനെ 15-ൽ പരം തസ്തികയിലേക്കായിട്ട് ഏകദേശം 56 ഒഴിവുകളാണ് ടോട്ടലായിട്ട് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ തസ്തികകൾക്കും ശമ്പള സ്കെയിലിന് വ്യത്യാസമുണ്ട്. എങ്കിലും സ്റ്റാർട്ടിങ്ങിൽ 18,797 രൂപ മുതൽ 37,500 രൂപ വരെയാണ് മാസത്തിൽ ശമ്പള സ്കെയിലായിട്ട് നമുക്ക് കയ്യിൽ ലഭിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തികയായ പേഴ്സണൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള യോഗ്യത അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഏകദേശം 100-120 വേർഡ്സ് സ്പീഡിന് ഷോർട്ട് ഹാൻഡ് ഉണ്ടായിരിക്കണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ ഈ ഫീൽഡ് സംബന്ധിച്ച് ഏകദേശം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള നല്ല സ്കില്ല് അറിയാവുന്ന വ്യക്തിയായിരിക്കണം. അപ്പോൾ ഈ യോഗ്യത ഉള്ളവർക്ക് ഒന്നാമത്തെ തസ്തികയായ പേഴ്സണൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് രണ്ടാമത്തെ തസ്തികയായ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇതിനു വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം. ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ 1 ഇയർ ഡിപ്ലോമ കോഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഡിപ്ലോമ കോഴ്സ് ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഈ ഡാറ്റ എൻട്രി ഫീൽഡിനെ കുറിച്ചുള്ള നല്ലപോലെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് രണ്ടാമത്തെ തസ്തികയായ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് മൂന്നാമത്തെ തസ്തികയും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയാണ്. ഇതിനു വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള BCom ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം. BCom പാസ്സായിരിക്കണം. പിന്നെ 1 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ കോഴ്സ് ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അതിനോടൊപ്പം തന്നെ ടാലി അക്കൗണ്ട് സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ നല്ലതുപോലെ അക്കൗണ്ടിങ്ങിനെ കുറിച്ചും ടാലിയെക്കുറിച്ചൊക്കെ നല്ലതുപോലെ അറിയാവുന്ന വ്യക്തിയായിരിക്കണം. അപ്പോൾ ഈ ഫീൽഡിനെ കുറിച്ചൊക്കെ നല്ലതുപോലെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മൂന്നാമത്തെ തസ്തികയായ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് നാലാമത്തെ തസ്തികയായ ഓപ്പറേഷൻ തിയേറ്റർ നഴ്സ് തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് 2-3 ഓപ്ഷനുകളുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്: BSc നഴ്സിംഗ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പാസ്സായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഹോസ്പിറ്റലിൽ 2 വർഷത്തെ നഴ്സിംഗ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഈ പറഞ്ഞ യോഗ്യത ഇല്ല എങ്കിൽ MSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക്, അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് MSc കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. ഇനി ഈ യോഗ്യത ഇല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ നഴ്സിംഗ്, അതായത് GNM ജനറൽ നഴ്സിംഗ് പഠിച്ചിട്ടുള്ളവർക്കും അതിനോടൊപ്പം തന്നെ 4 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, അതായത് 4 വർഷം എക്സ്പീരിയൻസ് ഹോസ്പിറ്റൽ ഫീൽഡുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ പറഞ്ഞ നാലാമത്തെ തസ്തികയിലേക്ക് ഓപ്പറേഷൻ തിയേറ്റർ നഴ്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ തസ്തികയിലേക്ക് 3 ഓപ്ഷനുകളുണ്ട്. നിങ്ങൾക്ക് ഏതാണ് യോഗ്യത അനുസരിച്ച് ആ സ്യൂട്ടബിൾ അനുസരിച്ച് അപേക്ഷിക്കുക. അഞ്ചാമത്തെ തസ്തികയായ സ്റ്റാഫ് നേഴ്സ് തസ്തികയാണ്. ഇതിനു വേണ്ടുന്ന യോഗ്യത നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്റർ നഴ്സിന് തസ്തികയ്ക്ക് പറഞ്ഞ യോഗ്യത തന്നെയാണ് ഈ സ്റ്റാഫ് നേഴ്സ് തസ്തികയ്ക്കും പറഞ്ഞിരിക്കുന്നത്. അതായത് BSc പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ MSc പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് പഠിച്ചിട്ടുള്ളവർക്കോ ഇതിലേതെങ്കിലും യോഗ്യത ഉള്ളവർക്ക് സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് ഏഴാമത്തെ തസ്തിക മ്യൂസിയം കീപ്പർ തസ്തികയാണ്. ഇതിനു വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം ഡിഗ്രിയാണ്. അത് ഏത് സബ്ജക്റ്റിലായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പറഞ്ഞ ഏഴാമത്തെ തസ്തികയായ മ്യൂസിയം കീപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.
അടുത്ത് ആറാമത്തെ തസ്തിക മിഡ് വൈഫ് തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞ സ്റ്റാഫ് നേഴ്സിനൊക്കെ പറഞ്ഞ യോഗ്യത തന്നെയാണ്. അതായത് BSc നേഴ്സിംഗ് പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ MSc നേഴ്സിംഗ് പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് പഠിച്ചിട്ടുള്ളവർക്കോ ഇതിലേതെങ്കിലും യോഗ്യതയുള്ളവർക്ക് ആറാമത്തെ തസ്തികയായ മിഡ് വൈഫ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് എട്ടാമത്തെ തസ്തിക പഞ്ചകർമ്മ ടെക്നീഷ്യൻ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പഠിച്ചിരിക്കണം. പിന്നെ 1 ഇയർ എക്സ്പീരിയൻസ് ഏതെങ്കിലും അംഗീകൃത ഹോസ്പിറ്റലുകളിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ എട്ടാമത്തെ തസ്തികയായ പഞ്ചകർമ്മ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഈ പറഞ്ഞ യോഗ്യത ഇല്ല എങ്കിൽ 6 മാസത്തെ കോഴ്സ് പഞ്ചകർമ്മ കോഴ്സ് പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ ഹോസ്പിറ്റൽ ഫീൽഡുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ പറഞ്ഞ എട്ടാമത്തെ തസ്തികയായ പഞ്ചകർമ്മ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 9ാമത്തെ തസ്തികയായ പഞ്ചകർമ്മ അറ്റൻഡൻറ്റ് തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ പഞ്ചകർമ്മ അറ്റൻഡൻറ്റിനെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 6 മാസത്തെ കോഴ്സ് പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 1 ഇയർ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ ഈ ഫീൽഡിനെ കുറിച്ച് 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പഞ്ചകർമ്മ അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഈ പറഞ്ഞ യോഗ്യത ഇല്ല എങ്കിൽ 2 വർഷത്തെ നല്ലതുപോലെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ 2 വർഷത്തെ നല്ലതുപോലെ പഞ്ചകർമ്മ അറ്റൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് മറ്റു ഒരു യോഗ്യത ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ 9ാമത്തെ തസ്തിക പഞ്ചകർമ്മ അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 10ാമത്തെ തസ്തിക ലിഫ്റ്റ് ഓപ്പറേറ്റർ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് ITയുടെ ഡിപ്ലോമ കോഴ്സ് ഈ ലിഫ്റ്റ് ഓപ്പറേറ്ററിനെ കുറിച്ചുള്ള ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ 10ാമത്തെ തസ്തികയായ ലിഫ്റ്റ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 11ാമത്തത് ലോണ്ടറി സൂപ്പർവൈസർ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ഈ ലോണ്ടറിയെക്കുറിച്ചുള്ള ഈ ഫീൽഡിനെ കുറിച്ച് ഏകദേശം 2 വർഷത്തെ എക്സ്പീരിയൻസ് പ്രൊഫഷണൽ ലോണ്ടറിയെക്കുറിച്ചുള്ള നല്ലതുപോലുള്ള എക്സ്പീരിയൻസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിക്ക് 11ാമത്തെ തസ്തികയായ ലോണ്ടറി സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 12ാമത്തെ തസ്തികയായ CSSD അറ്റൻഡൻറ്റ് തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ ITയുടെ ഡിപ്ലോമ കോഴ്സ് ഈ ഫീൽഡിനെ കുറിച്ചുള്ള കോഴ്സ് പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. 2 വർഷത്തെ നല്ലതുപോലെയുള്ള എക്സ്പീരിയൻസ് അത് ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലോ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ നല്ലതുപോലെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിക്ക് 12ാമത്തെ തസ്തികയായ CSSD അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 13ാമത്തത് വാർഡ് അറ്റൻഡൻറ്റ് തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 8ാം ക്ലാസ് യോഗ്യതയാണ്. 8ാം ക്ലാസ് പാസ്സായിരിക്കണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് വല്ല ഹോസ്പിറ്റലുകളിലോ നേഴ്സിംഗ് ഹോമിലോ വാർഡ് അറ്റൻഡൻ്റ് ആയിട്ട് നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ 8ാം ക്ലാസ് യോഗ്യതയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 13ാമത്തെ തസ്തികയായ വാർഡ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 14ാമത്തെ തസ്തികയായ വർക്കർ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് 12ാം ക്ലാസ് പഠിച്ചിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ITA പഠിച്ചിട്ടുള്ളവർക്കും അല്ലെങ്കിൽ DPharm പഠിച്ചിട്ടുള്ളവർക്കും ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരു യോഗ്യത മതി. ആ ഒരു യോഗ്യതയും 2 വർഷത്തെ നല്ലതുപോലുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഈ പറഞ്ഞ യോഗ്യത ഇല്ല എങ്കിൽ ഈ പറഞ്ഞ 12ാം ക്ലാസ് ITയും DPharm ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ അതൊന്നും ആവശ്യമില്ല. നല്ലതുപോലെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രം മതി. ആയുർവേദിക് ഫാർമസിയെക്കുറിച്ച് നല്ലതുപോലെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞ വർക്കർ തസ്തികയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 15ാമത്തെ തസ്തിക ഗ്യാസ് ടെക്നീഷ്യൻ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ITയുടെ ഡിപ്ലോമ കോഴ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ 12ാം ക്ലാസ് യോഗ്യതയും ITയുടെ ഡിപ്ലോമ കോഴ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്കും 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിനെ സംബന്ധിച്ച് നല്ലതുപോലെയുള്ള വർക്ക്ഷോപ്പുകളിലോ അല്ലെങ്കിൽ മീഥേൻ കൺസ്ട്രക്ഷനെ കുറിച്ചുള്ള എക്യുപ്മെൻസിനെ കുറിച്ചുള്ള ആ ഫീൽഡുകളിൽ നല്ലതുപോലെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിക്ക് 2 വർഷത്തെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 15ാമത്തെ തസ്തികയായ ഗ്യാസ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് എല്ലാ തസ്തികകൾക്കും 30 വയസ്സിൽ താഴെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 30 വയസ്സ് വരെയാണ് പ്രായം പറഞ്ഞിരിക്കുന്നത്. 30 വയസ്സിൽ താഴെയുള്ള യോഗ്യരായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്.
ഒരു തസ്തികയ്ക്ക് മാത്രമാണ് 32 വയസ്സ് പറഞ്ഞിരിക്കുന്നത്. അതായത് വർക്കർ തസ്തികയ്ക്ക് 32 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രായപരിധി അനുസരിച്ച്, നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് ഈ പറഞ്ഞ തസ്തികകളൊക്കെ അപേക്ഷിക്കുക. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ്. ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് കയറിയിട്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് പറയാം, www.becil.com എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് വേണ്ടി ആ വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കാവുന്നതാണ്. വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം. നിങ്ങളുടെ ഒരു ഫോട്ടോ സ്കാൻ ചെയ്ത് അയക്കണം, നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അയക്കണം, ബർത്ത് സർട്ടിഫിക്കറ്റ് അയക്കണം, നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ ഏത് യോഗ്യതയാണ് ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ സ്കാൻ ചെയ്ത് അയക്കണം. പിന്നെ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് അയക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ സമർപ്പിക്കേണ്ടത്. ജോലിക്ക് വേണ്ടി വെബ്സൈറ്റിൽ കയറി ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പറും കറക്റ്റായിട്ടുള്ള മെയിൽ ഐ ഡിയും കൊടുക്കാൻ ശ്രമിക്കുക. തെറ്റായിട്ടുള്ള മെയിൽ ഐ ഡിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഇത് ജോലിയെ സംബന്ധിച്ചുള്ള മെയിലൊന്നും വരത്തില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾ കൊടുക്കുക. ഈ ജോലിക്ക് വേണ്ടി പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ്, സ്ത്രീകൾക്കും ഈ പറഞ്ഞ തസ്തികയിലൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവർക്ക് ചെറിയൊരു ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ജനറൽ കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും 750 രൂപയാണ് ഫീസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒന്നിൽ കൂടുതൽ തസ്തികകൾക്ക് അപേക്ഷിക്കുന്നെങ്കിൽ ഓരോ തസ്തികയ്ക്കും 500 രൂപ വെച്ച് എക്സ്ട്രാ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. SC ST വിഭാഗക്കാർക്ക് 450 രൂപയാണ് ഫീസ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ തസ്തികകൾക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ 300 രൂപ വെച്ചാണ് ഫീസ് എക്സ്ട്രാ അടയ്ക്കേണ്ടത്. അപ്പോൾ EWS PH വിഭാഗമാണെങ്കിൽ 450 രൂപയാണ് ഫീസ്. വുമൺസിനാണെങ്കിലും 750 രൂപയാണ് ഫീസ്. അപ്പോൾ ഈ പറഞ്ഞ ഫീസ് അടച്ചിട്ട് വേണം ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ്. ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ ഫോൺ പേയോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ, അപ്പോൾ ഓൺലൈൻ വഴി അടയ്ക്കാവുന്ന ഓൺലൈൻ ഫെസിലിറ്റീസ് മുഖേന നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫീസ് അടയ്ക്കാവുന്നതാണ്. പക്ഷേ മറ്റുള്ള ഫീ പേയ്മെൻ്റ് ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതായത് നിങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയോ ചെക്കായിട്ടോ മണി ഓർഡറായിട്ടോ പോസ്റ്റൽ ഓർഡറായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് വഴിയായിട്ടോ അപ്പോൾ പോസ്റ്റൽ സ്റ്റാമ്പ് വഴിയായിട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഓൺലൈൻ ഫീസൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓൺലൈൻ വഴി ചെയ്യുന്ന ഫീസ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അങ്ങനെ ഉപയോഗിച്ച് ഈ പറഞ്ഞ ഫീസുകളൊക്കെ അടയ്ക്കുക. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്, മാസത്തിൽ നല്ല ശമ്പളം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് സ്ഥിര നിയമനമായിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്, താൽക്കാലിക നിയമനമായിട്ടാണ് ഈ ജോലിക്ക് വേണ്ടി യോഗ്യരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ജോലി ലഭിക്കുന്ന സ്ഥലം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത്. പക്ഷേ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ന്യൂഡൽഹിയിലോ മറ്റേതെങ്കിലും സ്റ്റേറ്റുകളിലും ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് ന്യൂഡൽഹിയിൽ നിന്നാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റുകളിലും ഒഴിവുകൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ജോലി ആയതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള യുവാക്കൾക്ക് യോഗ്യരായിട്ടുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് യോഗ്യരായിട്ടുള്ളവർ മാക്സിമം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഈ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ കയറിയാൽ ലഭിക്കുന്നതായിരിക്കും. വെബ്സൈറ്റ് ഞാൻ പറഞ്ഞിരുന്നു, www.becil.com എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ജോലിയെക്കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ മെയിൽ ഐ ഡിയിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. മെയിൽ ഐ ഡി പറയാം, mageshchand@becil.com. അപ്പോൾ ഈ പറഞ്ഞ മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് കയറി നിങ്ങളുടെ സംശയങ്ങൾക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് മാർച്ച് മാസം 29-ാം തീയതി രാത്രി 12 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അതായത് 2021 മാർച്ച് മാസം ലാസ്റ്റ് ഡേറ്റ് 29-ാം തീയതി വരെയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുക. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ജോലിയുടെ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ അവർക്ക് വളരെ ഗുണകരമായി തീരും. അതുപോലെ തന്നെ ഈ ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത്, തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.